മനസ്സിനെയും ബോഡിയെയും ശുദ്ധീകരിക്കണം. ബോഡി എന്ന് പറയുന്ന നമ്മുടെ ഞെട്ട് ഈ ശ്വാസമാണ്, ബോഡിയുടെ ഞെട്ട്. ശ്വാസം നിലച്ചാൽ ഞെട്ടറ്റ് താഴെ വീഴും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളെ ശരീരം, ആത്മാവ്, മനസ്സ്, 3 കാര്യങ്ങളാണ് ഒരു മനുഷ്യൻ എന്ന്. 3 കാര്യങ്ങളാണ് ഒരു മനുഷ്യൻ. മനസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഭൂമിയിൽ നമ്മൾ ജനിച്ചപ്പോൾ രൂപം കൊള്ളുന്നതാണ്. നമ്മൾ ജനിച്ച് വീണ് നമുക്ക് വിശക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ നമുക്ക് രൂപം കൊള്ളുന്നതാണ് മനസ്സ്. നമ്മൾ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആരെങ്കിലും കഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഒക്കെ, നമ്മൾ ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സ് വിഷമിച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ നമ്മുടെ ആ മനസ്സിലോട്ടാണ് കയറുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ ഇത്തരം കാര്യങ്ങൾക്ക് കാരണമാകും. പക്ഷെ നമ്മുടെ സോൾ, ആത്മാവ് ഭയങ്കര പവർഫുൾ ആണ്, ഭയങ്കര ശക്തിയുള്ളതാണ്. ആത്മാവ് എപ്പോഴും നിങ്ങളോട് പറയും, നിങ്ങൾ ധൈര്യമുള്ളവനാണ്, നിങ്ങൾ ആത്മധൈര്യമുള്ളതാണ്. ഈ ഭൂമിയിൽ ഒന്നിനെ നിങ്ങൾ ഭയപ്പെടില്ല. ഈ ഭൂമിയിൽ വന്ന യൂസഫ് അലിയും ഇലോൺ മസ്കും അങ്ങനെ എത്ര വലിയ വലിയ കോടീശ്വരന്മാരും നിങ്ങളും ഒരുപോലെയാണ് എന്ന് നിങ്ങളുടെ ആത്മാവ് പറയും. നിങ്ങളുടെ രൂപത്തിലോ ഭാവത്തിലോ കറുത്തവനോ വെളുത്തവനോ പൊക്കം കുറഞ്ഞവനോ പൊക്കം കൂടിയവനോ കാഴ്ചക്ക് കാണാൻ ഭംഗിയുള്ളവനോ ഭംഗിയില്ലാത്തവനോ തമ്മിലൊന്നും ഒരു വ്യത്യാസവും ഇല്ല എന്ന് നിങ്ങളുടെ ആത്മാവ് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അപ്പോഴൊക്കെ നിങ്ങളുടെ മനസ്സ് വട്ടം കയറി എന്ന് തടുക്കും. എന്നിട്ട് പറയും, ഏയ് അതൊക്കെ വെറുതെ പറഞ്ഞാണ്, നിന്നെ കാണാൻ ഒരു രസമില്ല, അതുകൊണ്ട് നീ പറഞ്ഞ ആരും കേൾക്കൂല. യഥാർത്ഥ നിങ്ങളുടെ ഈ സോളിനെ നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നത് എല്ലാരും കേൾക്കും. നിങ്ങൾ പറയുന്നത് എല്ലാരും കേൾക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പറയുന്നത് എല്ലാരും കേൾക്കണമെങ്കിൽ നിങ്ങൾ പറയുന്നത് ആദ്യം നിങ്ങൾ കേൾക്കണം. നിങ്ങളുടെ സോള് പറയുന്നത്, നിങ്ങളുടെ ആത്മാവ് പറയുന്നത് ആദ്യം നിങ്ങൾ കേൾക്കണം. രാവിലെ 5:30 എഴുന്നേക്കണം എന്ന് നമ്മുടെ ആത്മാവ് പറയുന്നുണ്ട്. എന്നിട്ടും നമുക്ക് കിടന്നുറങ്ങാനാണ് തോന്നുന്നുണ്ടെങ്കിൽ കിടന്നുറങ്ങാൻ പറയുന്നത് നിങ്ങളുടെ മനസ്സാണ്. മനസ്സ് പറയുന്നത് നിങ്ങൾ കേൾക്കരുത്, നിങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കണം. ഇതാണ് ഇതിന്റെ രഹസ്യം. അപ്പൊ ഇവിടെ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് അറിവല്ല, ഇതാണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെ നിങ്ങൾ ആരും അറിവ് തേടിയോ അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും കിട്ടൂന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കൈരേട്ട് കിട്ടും, പൈസ കിട്ടും എന്നൊന്നും വിചാരിച്ചാരും വരണ്ട. ഇതെല്ലാം നിങ്ങൾക്ക് വരും. സന്തോഷം, സമാധാനം, ആരോഗ്യം ഇതൊക്കെ വരും നിങ്ങൾക്ക്. വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളെ തിരിച്ചറിയണം. ആ തിരിച്ചറിയിപ്പിക്കുന്ന ഒരു പണി മാത്രമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഒരു മാജിക്കും മന്ത്രവാദവും ഇതൊന്നും നടത്തുന്നില്ല. ആരും തെറ്റിദ്ധരിക്കരുത്.